ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം ഉത്തരകാണ്ഡം. ഇത്രയൊക്കെ ആയിട്ടും നേരം പ്രഭാതമായില്ല. അതിനാൽ മടങ്ങണമോ അഥവാ ഇനിയും എന്തെങ്കിലും പ്രവർത്തിക്കണമോ എന്നാലോചിച്ചു ഹനുമാൻ. വന്ന കാര്യം സാധിച്ചു. സീതാ ദർശനമായിരുന്നു മുഖ്യോദ്ദേശം. അത് സാധിക്കുകയും ചെയ്തു. എന്നാൽ ലങ്കയിലെ സൈന്യബലത്തെയും രാവണന്റെ പ്രഭാവത്തെയും പറ്റി ഭഗവാൻ എന്തെങ്കിലും ചോദിച്ചാൽ തനിക്കൊന്നും പറയാൻ വയ്യ. അതിനാൽ അതിനെപ്പറ്റിയും എന്തെങ്കിലും ചില അറിവ് സമ്പാദിച്ചിട്ട് വേണം മടങ്ങാനെന്ന് തീർച്ചപ്പെടുത്തി. അതിനെന്തു വേണ്ടു എന്നാലോചിച്ച് നോക്കിയപ്പോഴാണ് അശോകവനത്തെയും അവിടെ പാറാവുകാരായ സൈന്യങ്ങളെയുമൊക്കെ ഓർമ്മിച്ചത്. ഉടനെ തന്നെ അശോകവനം മുഴുവൻ തല്ലി തകർക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാറാവുകാരായ സൈന്യങ്ങളൊക്കെ ഉണർന്നു. പരിഭ്രമത്തോടെ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. ഹനുമാനാകട്ടെ ഒരു വൃക്ഷം കടയോടെ പറിച്ചെടുത്ത് അവരെയെല്ലാം അടിച്ചു കൊന്നു. വിവരം രാവണ ചക്രവർത്തി അറിഞ്ഞു. വേഗത്തിൽ കുറെ സൈന്യങ്ങളെയും 4-5 സേനാ നായകന്മാരെയും പറഞ്ഞയച്ചു. താമസമുണ്ടായില്ല, അവരെയും അടിച്ചു കൊന്നു ഹനുമാൻ. വർത്തമാനമറിഞ്ഞ രാവണന് ക്രോധം സഹിക്കാൻ കഴിയാതായി. ഒരു വാനരൻ യാതൊരു ആയുധവും കയ്യിലില്ലാതെ ബലവാന്മാരായ ഇത്രയും രാക്ഷസന്മാരെ കൊന്നുവെന്ന വർത്തമാനം രാവണന് സഹിക്കാൻ കഴിഞ്ഞില്ല. ക്രോധാവിഷ്ടനായി താൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോഴാണ് രാവണപുത്രനായ അക്ഷയകുമാരൻ അച്ഛനെ വണങ്ങി താൻ പോയി ആ കുരങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടത്. അക്ഷയകുമാരനും കുറേ സൈന്യങ്ങളും വന്ന് ഹനുമാനെ വളഞ്ഞ് ഭയങ്കരമായി ശരവർഷം ചെയ്യാൻ തുടങ്ങി. കുറേ നേരം ഹനുമാൻ സഹിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ശരീരം കുടഞ്ഞ് ശരങ്ങളൊക്കെ തെറിപ്പിച്ച് വൃക്ഷമെടുത്ത് അവരെയും അടിച്ചു കൊന്നു. അതും കൂടി രാവണൻ അറിഞ്ഞപ്പോൾ ക്രോധാവിഷ്ടനായി തന്നെത്താൻ യുദ്ധത്തിന് ചാടി പുറപ്പെട്ടു. അപ്പോൾ രാവണന്റെ സീമന്തപുത്രനായ ഇന്ദ്രജിത്ത് രാവണനെ വന്ന് നമസ്കരിച്ച് താൻ ഹനുമാനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. തൽക്കാലം രാവണൻ സമാധാനിച്ചു. ഇന്ദ്രജിത്തും സൈന്യങ്ങളും കൂടി ഹനുമാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. വളരെ നേരം ഇരുകൂട്ടരും കൂടി ഭയങ്കരമാം വണ്ണം യുദ്ധം ചെയ്തു. ഒന്നുകൊണ്ടും തനിക്ക് വിജയമില്ലെന്ന് കണ്ട് അവസാനം മേഘനാഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തി. ഉടനെ കയറുകൊണ്ട് കൈകാലുകളും ബന്ധിച്ച് ഉണർത്തി എഴുന്നേൽപ്പിച്ച് പിടിച്ചു വലിച്ച് രാവണന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ക്രോധം കൊണ്ടും വ്യസനം കൊണ്ടും അവമാനം കൊണ്ടും തപ്തനായ രാവണ ചക്രവർത്തി ഹനുമാനെ കണ്ടപ്പോഴേക്ക് തന്നെ ആവേശം കൊണ്ട് പരവശനായി അട്ടഹസിച്ചടുത്തു. മുന്നിൽ നിൽക്കുന്ന തൻ്റെ മന്ത്രിമുഖ്യനായ പ്രഹസ്തനോട് ഹനുമാനെ ചോദ്യം ചെയ്യാൻ കൽപ്പിച്ചു. പ്രഹസ്തൻ ഹനുമാനെ അനുനയിപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നീ ആരാണ്? എന്തിനാണ് അർദ്ധരാത്രിക്ക് ആരും അറിയാതെ ഇവിടെ വന്നത്? എന്തിനാണ് അശോകവനത്തെ നശിപ്പിച്ചത്? എന്തിനാണ് ഇത്രയും അസംഖ്യം രാക്ഷസന്മാരെ കൊന്നത്? എന്നൊക്കെയാണ് പ്രഹസ്തൻ്റെ ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും ഹനുമാൻ മറുപടി പറഞ്ഞു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ്. സീതാദേവിയെ കാണാനാണ് വന്നത്. അശോകവനം നശിപ്പിച്ചത് മർക്കട പ്രകൃതി കൊണ്ടാണ്. രാക്ഷസന്മാരെ കൊന്നത് അവർ തന്നെ കൊല്ലാൻ വന്നപ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നീട് രാവണനും ഹനുമാനും തമ്മിൽ പലതും സംസാരിക്കുന്നുണ്ട്. തന്നെ അല്പം പോലും ബഹുമാനിക്കാതെയും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള ഹനുമാന്റെ പെരുമാറ്റം അഭിമാനിയായ രാവണനെ വല്ലാതെ അരിശം പിടിപ്പിച്ചു. ക്രോധം സഹിക്കാൻ കഴിയാതെ അവസാനം രാവണൻ ഹനുമാനെ കൊല്ലാൻ തന്നെ കൽപ്പിച്ചു. അപ്പോൾ ധർമ്മനിഷ്ഠനായ വിഭീഷണൻ അടുത്തു വന്ന് ജ്യേഷ്ഠനായ രാവണനെ ഗുണദോഷിച്ചുകൊണ്ട് ദൂതനെ വധിക്കാൻ പാടില്ലെന്ന രാജനീതിയെ സമർത്ഥനം ചെയ്തു. ഏതെങ്കിലും അവയവത്തെ ഛേദിക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ശിക്ഷയും കൊടുക്കുകയോ ചെയ്യാമെന്നല്ലാതെ ദൂതനെ ഒരിക്കലും കൊല്ലാൻ പാടില്ലെന്ന വിഭീഷണന്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് രാവണൻ ഹനുമാന്റെ വാലിൽ ശീല ചുറ്റി എണ്ണയൊഴിച്ച് തീ കൊളുത്താൻ കൽപ്പിച്ചു. അതുപ്രകാരം അസംഖ്യം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വാലിന് ചുറ്റിക്കെട്ടി ധാരാളം എണ്ണയൊഴിച്ച് തീ കത്തിച്ചു. കത്തി ജ്വലിക്കുന്ന വാലുമായി രാവണൻ പെട്ടെന്ന് കെട്ടിൽ നിന്ന് വേർപെട്ട് അവരുടെ സഭാമധ്യത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടി.
കുടുക്കിൽ നിന്ന് ഊരിച്ചാടി സ്വതന്ത്രനായി പുറത്തെത്തിയ ഹനുമാൻ കത്തിജ്വലിക്കുന്ന വാലുമായി വാനര പ്രകൃതിക്കനുസരിച്ച് ഓരോ ഗ്രഹത്തിൻ്റെയും മുകളിലേക്ക് ചാടാൻ തുടങ്ങി. ഹനുമാൻ ചാടുന്ന ഗ്രഹങ്ങളോരോന്നിലും അഗ്നി കത്തിജ്വലിക്കാൻ തുടങ്ങി. വലിയ രാജകീയ ഗ്രഹങ്ങളും അന്തഃപുരങ്ങളും പുരവാസികളായ മറ്റു രാക്ഷസന്മാരുടെ ഗ്രഹങ്ങളും ഓരോന്നായി ചടപട ശബ്ദത്തോടുകൂടി ഭയങ്കരമാം വണ്ണം കത്തിജ്വലിച്ചു. അല്പസമയം കൊണ്ട് ആ വമ്പിച്ച പട്ടണം മുഴുവനും ഭയാനകമാം വണ്ണം ജ്വലിക്കാൻ തുടങ്ങി. വായുപുത്രന്റെ പിതാവിൻ്റെ സാന്നിധ്യം അഗ്നിജ്വാലകളെ ദശഗുണീഭവിപ്പിച്ചു. വലിയ തോതിൽ ധൂമപടലങ്ങളും അഗ്നിജ്വാലകളും തീപ്പൊരികളും ആകാശം മുഴുവൻ വ്യാപിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റ് രാക്ഷസന്മാരുടെയും ആർത്തരോദനവും ശൂരന്മാരായ യോദ്ധാക്കന്മാരുടെ പ്രതികാര ബുദ്ധിയോടുകൂടിയ ധീരവചനങ്ങളും ആകാശത്തെ മുഖരിതമാക്കി തീർത്തു. രാക്ഷസ ചക്രവർത്തിയായ രാവണനും മന്ത്രി പുങ്കവന്മാരും ആലോചന കൂടാതെ ചെയ്ത ഈ പ്രവൃത്തി തങ്ങൾക്ക് വലിയൊരമളിയായി തീർന്നത് ഓർത്ത് ലജ്ജിതന്മാരായി ഒന്നും പറയാൻ കഴിയാതെ മുഖം താഴ്ത്തി നിന്നു. സ്വയംകൃതാനർത്ഥം കൊണ്ട് അമർഷിതനായ ഇന്ദ്രജിത്ത് വീണ്ടും ആഞ്ജനേയനെ പിടിക്കാൻ നോക്കി. പക്ഷേ അഗ്നിജ്വാലകളെ കൊണ്ട് എവിടേക്കും ഇറങ്ങാൻ വയ്യ. ക്രോധാവിഷ്ടനായ രാവണി കണ്ണുരുട്ടി പല്ല് കടിച്ചു നിന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ഹനുമാന്റെ പ്രവൃത്തിക്ക് കുറവൊന്നും ഉണ്ടായില്ല. സകല ഗ്രഹങ്ങളും അഗ്നിക്ക് ഇരയായി. സർവ്വദേവന്മാരും രാവണന്റെ കൽപ്പനയെ മാനിക്കുന്നവരാണല്ലോ. ആ സ്ഥിതിക്ക് അഗ്നി എത്ര ജ്വലിച്ചാലും രാവണൻ തൻ്റെ ശക്തി കുറച്ചൊന്ന് പ്രകടിപ്പിച്ചാൽ കഴിഞ്ഞു. അഗ്നി മുഴുവൻ ശമിക്കാതെ വയ്യ. ജലാധിദേവതയാണല്ലോ വരുണൻ. പക്ഷേ ശ്രീരാമൻ രാവണവധത്തിന് മിക്കവാറും തയ്യാറായി കഴിഞ്ഞു എന്നറിഞ്ഞ ദേവന്മാർ രാവണനെ പതിവ് പോലെ ഭയപ്പെടുകയോ രാവണാജ്ഞയെ മാനിക്കുകയോ ചെയ്യാതായി. അതിനാൽ എന്തൊക്കെ ചെയ്തിട്ടും വിശേഷിച്ച് പ്രയോജനം ഒന്നും ഉണ്ടായില്ല. പട്ടണം മുഴുവൻ കത്തി വെണ്ണീറായി. കണക്കില്ലാത്ത സ്വത്ത് നശിച്ചു. അനേകം ആളുകളും മരിച്ചു. ആദ്യം തന്നെ അശോകവനം മുഴുവൻ നശിപ്പിച്ചു. അസംഖ്യം സൈന്യങ്ങളെ കൊന്നു. പഞ്ചസേനാധിപന്മാരെയും അക്ഷയകുമാരനെയും കൊന്നു. ഇപ്പോൾ പട്ടണം മുഴുവൻ ദഹിപ്പിക്കുകയും അസംഖ്യം പൗരന്മാരെ കൊല്ലുകയും ചെയ്തു. ഒരു കുരങ്ങൻ വരുത്തി തീർത്ത ആപത്തോർത്ത് രാവണൻ ലജ്ജിച്ചു. ഇന്ദ്രാദി ദേവശ്രേഷ്ഠന്മാർ കൂടിയും രാക്ഷസ ചക്രവർത്തിയുടെ പേര് കേട്ടാൽ ഞെട്ടും. അങ്ങനെയുള്ള രാവണന്റെ അരമനയിൽ കടന്ന് ഇത്രയും കടുത്ത അക്രമങ്ങൾ കാണിക്കാൻ ഒരു കുരങ്ങിന് സാധിക്കണമെങ്കിൽ എന്തൊരു കാലക്കേടാണെന്നാണ് പറയേണ്ടത്. ഏതായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അമളി പറ്റാതിരിക്കാൻ കാവൽക്കാരെ പ്രത്യേകം താക്കീത് ചെയ്തു. തൻ്റെ പരാക്രമങ്ങളെ ഇത്രത്തോളം കാണിച്ചു കൊടുത്ത ആഞ്ജനേയൻ ലങ്കാപട്ടണം മിക്കവാറും അഗ്നിക്കിരയായെന്ന് കണ്ട ഉടനെ ചാടി സമുദ്രത്തിൽ തൻ്റെ വാൽമുക്കി അഗ്നിക്കെടുത്തി സീതാദേവിയോട് യാത്രയും പറഞ്ഞ് സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അക്കരയ്ക്ക് എടുത്തു ചാടി. ആകാശമണ്ഡലം മുഴുവൻ മുഴക്കിക്കൊണ്ടുള്ള അട്ടഹാസത്തോടെ വായുവേഗത്തിൽ ആകാശത്തൂടെ വന്ന് മഹേന്ദ്ര പർവ്വതത്തിൽ വന്നു ചേർന്നു. വായുപുത്രൻ ലങ്കയിലേക്ക് ചാടിയ മുതൽ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കെയാണ് വാനരസംഘം മുഴുവൻ. വിദൂരത്തിൽ നിന്നുള്ള ഹനുമാന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ സന്തുഷ്ടന്മാരും കൃതാർത്ഥരുമായി ആവേശപൂർവ്വം ആഞ്ജനേയനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവരുടെ മധ്യത്തിലാണ് മാരുതി വന്നു വീണത്. എല്ലാവരും സന്തോഷാവേശത്തോടെ നാലു ഭാഗവും തിക്കി തിരക്കി നിന്ന് വർത്തമാനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഹനുമാനാകട്ടെ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ചാടിയതു മുതൽ അതുവരെ നടന്ന എല്ലാ വർത്തമാനങ്ങളും അവരെ വിസ്തരിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അനന്തരം എല്ലാവരും കൂടി സന്തോഷാവേശത്താൽ ആർത്തു വിളിച്ച് ചാടി തിമർത്ത് ഭഗവത് സന്നിധിയിലേക്ക് യാത്രയായി. സുഗ്രീവൻ വളർത്തി വരുന്നതും ദതിമുഖനെന്ന വാനരൻ സുഗ്രീവന്റെ കൽപ്പനപ്രകാരം കാത്ത് സംരക്ഷിച്ചു വരുന്നതുമായ ഒരു തോട്ടമുണ്ട് വഴിമധ്യത്തിൽ. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിശന്ന് ക്ഷീണിച്ചവരായിരുന്നതിനാൽ തോട്ടത്തിൽ കടന്ന് ഇഷ്ടം പോലെ പഴങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. തോട്ടക്കാരനായ ദതിമുഖൻ അവരെ എതിർത്ത് ആട്ടി ഓടിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ദതിമുഖനെ അടിച്ചോടിച്ചു. അയാൾ നേരെ മഹാരാജാവായ സുഗ്രീവന്റെ സന്നിധിയിൽ ചെന്ന് വിവരം ധരിപ്പിച്ചു. സുഗ്രീവന് കാര്യം മനസ്സിലായി. അവർ സീതാദേവിയെ കണ്ടുവരുന്നവരാണ്. അതാണിത്ര ധൈര്യത്തോടെ തോട്ടത്തിൽ കയറി അക്രമം കാണിക്കുന്നതെന്ന് ബോധ്യമായി. ഉടനെ അവരോട് വേഗത്തിൽ വരാൻ പറയണമെന്നും പറഞ്ഞ് ദതിമുഖനെ മടക്കി അയച്ചു. പിന്നെ അധികം താമസിയാതെ വാനരസംഘം ഋഷ്യമൂകാചലത്തിലെത്തി. വായുപുത്രൻ ഭഗവാനെയും സുഗ്രീവനെയും വണങ്ങി
അവിടെ നിന്ന് പുറപ്പെട്ട മുതൽക്കുള്ള എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. സീതാദേവി തന്നയച്ച ചൂഡാരത്നത്തെയും ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. സന്തോഷാവിഷ്ടനായി ഭഗവാൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചു.